ഒരു രസം ഉണ്ടാക്കിയാലോ? മുളക് രസം. തക്കാളിയൊന്നും ഇടാത്ത ഒരു മുളക് രസം. അതിനായിട്ട് ആദ്യം തന്നെ വറ്റൽമുളക് വേണം. വറ്റൽമുളക് 8 എണ്ണം എടുത്തു. 2 നുള്ള് ജീരകം, കൂടാതെ 2 ടീസ്പൂൺ ഉലുവായും വേണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി ഇടണം. ഒരു 8 അല്ലി വെളുത്തുള്ളിയാണ് നമുക്ക് വേണ്ടത്. തൊലി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ നമ്മൾ ഇതിലേക്ക് ചുവന്നുള്ളിയും ഇടും. ഈ രസത്തിന് ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇടുന്നുണ്ട്. 2 കഷ്ണം ചുവന്നുള്ളി എടുത്തു. ചതച്ചെടി എടുക്കാം. നമുക്കിതിലേക്ക് പുളി വേണം. ആവശ്യത്തിന് പിഴുപുളി എടുത്ത് നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയും 1/4 സ്പൂൺ മല്ലിപ്പൊടി ഇടാം. അതിനുശേഷം പുളിവെള്ളം ഒഴിച്ച് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനിയും അല്പം മഞ്ഞൾപ്പൊടി ഇടാം. ഒന്നുകൂടെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം അതിലെ പുളിയുടെ തോടെല്ലാം നമുക്കിന്ന് പെറുക്കിക്കളയണം. ഇനി ഈ മിക്സ് തിളപ്പിക്കാൻ വേണ്ടി ഒരു മൺകലത്തിലേക്ക് ഒഴിക്കുന്നു. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർക്കുന്നു. ശേഷം നമ്മൾ 2 നുള്ള് കുരുമുളക് പൊടി ചേർത്തു. വലിയ 2 കഷ്ണം കായം കൂടി ചേർത്ത് കൊടുത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചു. തിളച്ച് വരുമ്പോഴത്തേക്കിന് കടുക് വറുക്കുക, രസത്തിലേക്ക് ഒഴിക്കുക. അങ്ങനെ നമ്മളെ രസം റെഡിയായി. ഈ രസം ഞങ്ങളുടെ അമ്മയുടെ വല്യമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. വല്യമ്മച്ചിയുടെ റെസിപ്പിയാണ്. അമ്മയുടെ ഏറ്റവും ഫേവറേറ്റാണ് ഈ രസം. ഈ രസവും ഉണക്കമീനുമാണ് അമ്മയുടെ ഫേവറേറ്റ് കോമ്പിനേഷൻ. അങ്ങനെ നമ്മുടെ രസം ഇവിടെ റെഡിയായി. ഇനി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.